നമസ്കാരം. മൈൻഡ് വിഷന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. PSC പരീക്ഷയിലെ ടോപ്പ് റാങ്ക് വാങ്ങിക്കാൻ എങ്ങനെ പഠിക്കണം, അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ വിഷയം. കഴിഞ്ഞ 2-3 വീഡിയോയിലെ കമന്റ്സ് ആയിട്ടും ഒത്തിരി മെസ്സേജ് ആയിട്ടും കുറെ പേര് ചോദിച്ചിരുന്നു PSC പരീക്ഷ എഴുതുന്നവർക്ക് ഹെൽപ്ഫുൾ ആയിട്ടൊരു വീഡിയോ ചെയ്യണമെന്ന്. അതാണ് ഈ വീഡിയോ ചെയ്യാൻ കാരണം. അപ്പൊ ഈ അടുത്ത കാലത്തായിട്ട് PSCയുടെ ക്വസ്റ്റ്യൻ പാറ്റേൺ ഒക്കെ മാറ്റിയിരിക്കുകയാണ്. ഡയറക്റ്റ് സിമ്പിൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിന് പകരം സ്റ്റേറ്റ്മെന്റ്സ് കൊടുത്തിട്ട് അതിൽ നിന്ന് ശരി തെറ്റൊക്കെ എഴുതാനായിട്ടാണ്. ഇത് കുറെ പേർക്ക് കൺഫ്യൂഷൻ ഉണ്ട്, കുറെ പേർക്ക് ടഫായിട്ട് തോന്നുന്നു, കുറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൂടാതെ മൊത്തമായിട്ട് PSC പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ വേണ്ട ടിപ്സ് എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പൊ ഇന്ന് എന്റെ കൂടെ ഉള്ളത് അമൃതയാണ്. അമൃത PSC ആസ്പിറന്റ് ആണ്, PG സ്റ്റുഡന്റുമാണ്. അപ്പൊ അമൃത, എന്തൊക്കെയാണ് ഇപ്പൊ ഈ ക്വസ്റ്റ്യൻ പാറ്റേൺ മാറിയല്ലോ? അപ്പൊ ക്വസ്റ്റ്യൻ പാറ്റേൺ മാറിയപ്പോ PSC എഴുതുന്നതിന് ഇച്ചിരി ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ? എന്തൊക്കെയാണ് പ്രശ്നം? അതെ, സ്റ്റേറ്റ്മെന്റ് വൈസ് ആയിട്ടാണ് ഇപ്പൊ കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത്. നേരത്തെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അപ്പൊ നമുക്ക് കുറച്ചുകൂടെ എളുപ്പമുണ്ട്. ആ ഫാക്ട് അറിയാമെങ്കിൽ പ്രയാസമായിട്ട് തോന്നുന്നുണ്ടോ വായിച്ച് മനസ്സിലാക്കാൻ? കുറച്ചുകൂടെ ടഫ് ആയിട്ടുണ്ട്. കാരണം നമുക്ക് ഒരു ടോപ്പിക്കിനെ പറ്റി 4-5 പോയിന്റ്സ് ഡീപ്പായിട്ട് അറിഞ്ഞാലേ നമുക്ക് അത് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണമെങ്കിൽ 4-5 പോയിന്റ്സ് അറിഞ്ഞാൽ സമയം എങ്ങനെ മറ്റേതിനെക്കാട്ടി കൂടുതൽ നമുക്കത് വായിച്ച് മനസ്സിലാക്കാനും കുറച്ച് സമയം എടുക്കുന്നുണ്ട്. അത് കാരണം പ്രയാസമാണ്. അപ്പൊ ഇപ്പൊ ഈ ക്വസ്റ്റ്യൻ പാറ്റേൺ മാറിയപ്പോഴുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഒരു ഫാക്ടിനെ കുറിച്ച് ചോദ്യം ചോദിക്കുമ്പോൾ ഒരു 3-4 ഫാക്ട് ഉൾപ്പെടുത്തിയുള്ള സ്റ്റേറ്റ്മെന്റ്സ്, ഇതിനകത്ത് ഏതൊക്കെ ശരി അല്ലെ ഏത് തെറ്റ് എന്നൊക്കെ രീതിയിൽ 1-2 ശരി, 1-2-3 ശരി. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് യഥാർത്ഥത്തില് കൂടുതൽ ഈസി ആയത്, കൂടുതൽ എളുപ്പമാണിത്. നമ്മൾ അതിനെ കാണുന്ന നമ്മൾ പഠിക്കുന്ന രീതി ഒന്ന് മാറ്റിയാൽ മതി. നേരത്തെ പഠിക്കുന്നത് എങ്ങനെയാ? പഴയ പാറ്റേണിലെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമ്മുടെ സിലബസിലുള്ള ഓരോ ടോപ്പിക്കിനെ കുറിച്ചും ആരോ തയ്യാറാക്കുന്ന ഗൈഡുകൾ അല്ലെങ്കിൽ റാങ്ക് ഫയലുകൾ, സ്റ്റഡി മെറ്റീരിയൽസ്, അത് SLCയുടെയും മറ്റ് +2ന്റെയും ഒക്കെ പുസ്തകങ്ങൾ, ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഒരാൾ സെലക്ട് ചെയ്ത്, അല്ലെങ്കിൽ ഒരു ടീം നല്ല നല്ല ക്വസ്റ്റ്യൻസ് പ്രധാനപ്പെട്ടത് സെലക്ട് ചെയ്ത് ക്വസ്റ്റ്യൻ ആൻസറുകളായിട്ട് ഇങ്ങനെ ചോദ്യോത്തരങ്ങളായിട്ട് എഴുതും. അത് നമ്മളിങ്ങനെ ആവർത്തിച്ച് വായിച്ചു പഠിക്കും. അപ്പൊ ആ ചോദ്യം വരുമ്പോൾ നമ്മൾ എഴുതും. ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പോ ഒരു ക്വസ്റ്റ്യൻ അറിയാവുന്നതുകൊണ്ട് എഴുതാൻ പറ്റത്തില്ല. 3-4 ഫാക്ട് അറിയാമെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ നോക്കും. അതാണ് ഇപ്പൊ ഈ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത്. ഇപ്പൊ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇതിനെ എങ്ങനെ നമുക്ക് ഡീൽ ചെയ്യണം, എങ്ങനെ എളുപ്പമാക്കി മാറ്റാം. അതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഇന്ന് വായിച്ച എക്സാമ്പിൾ എങ്ങനെ വേണമെന്ന് ഞാൻ പറയാം. ശബ്ദതരംഗത്തിന്റെ പ്രത്യേകത താഴെ പറയുന്നതിൽ ഏതാണ്? എത്ര സ്റ്റേറ്റ്മെന്റ് ഉണ്ട്? 4 സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഏതൊക്കെയാണ്? അനുദൈർഘ്യ തരംഗമാണ്, 2 അനുപ്രസ്ഥ തരംഗമാണ്, 3 സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമാണ്, 4 പ്രകാശത്തേക്കാൾ ഡിഫ്രാക്ഷൻ കൂടുതലാണ്. അപ്പൊ ഈ 4 എണ്ണത്തിൽ ഏതാണ് ശബ്ദതരംഗങ്ങൾക്ക് ശരിയായിട്ടുള്ളത്? പിന്നെ ഓപ്ഷൻസ് ഉണ്ട് 1, 3, 4, 2, 3, 2, 4, 3, 4 ഇങ്ങനെ. അപ്പൊ നമ്മൾ ഈ ABCD ഇതിനകത്തൊരെണ്ണമാണ് മാർക്ക് ചെയ്യേണ്ടത്. അപ്പൊ ഇതില് നമ്മൾ വായിക്കുമ്പോൾ ഒന്നാമത്തേത് എന്താണ്? അനുദൈർഘ്യ തരംഗമാണ്. അനുദൈർഘ്യ തരംഗം. അപ്പൊ യഥാർത്ഥത്തില് ശബ്ദതരംഗങ്ങൾ അനുദൈർഘ്യ തരംഗമാണ്. അനുപ്രസ്ഥ തരംഗങ്ങളും ഉണ്ട്, അനുദൈർഘ്യ തരംഗം. അനുദൈർഘ്യ തരംഗം എന്ന് പറഞ്ഞാൽ ശബ്ദം മീഡിയത്തിൽ മൂവ് ചെയ്യുന്ന ആ തരംഗങ്ങളുടെ ഡയറക്ഷനിൽ തന്നെയാണ് ഇതിന്റെ പാർട്ടിക്കിൾസ് കമ്പനം ചെയ്യുന്നത്. പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് ചെയ്യുന്നത് ശബ്ദം മൂവ് ചെയ്യുന്ന ആ മീഡിയത്തിൽ എങ്ങനെയാണോ മൂവ് ചെയ്യുന്നത് അതേ ഡയറക്ഷനിലാവുമ്പോഴാണ് അനുദൈർഘ്യ തരംഗങ്ങൾ. അത് വെർട്ടിക്കലായിട്ടാവുമ്പോഴാണ് അനുപ്രസ്ഥ തരംഗങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ രണ്ടും കൊടുത്തിട്ടുണ്ട്. അനുപ്രസ്ഥ തരംഗങ്ങൾ പ്രകാശത്തിന്റെ തരംഗങ്ങളാണ്. അപ്പൊ ഒന്നാമത്തേത് ശരിയാണ്, രണ്ടാമത്തേത് തെറ്റാണ്. മൂന്നാമത്തേതോ? സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമാണ്. അതും ശരിയാണ്. ശബ്ദതരംഗങ്ങൾക്ക് സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമാണ്. നാലാമത്തേത്? പ്രകാശത്തേക്കാൾ ഡിഫ്രാക്ഷൻ കൂടുതലാണ്. പ്രകാശത്തേക്കാൾ ഡിഫ്രാക്ഷൻ കൂടുതലാണ്. ശരിയാണ്. അപ്പൊ ഇതിന് നമുക്ക് ഈ ഒന്നാമത്തെ എളുപ്പം എന്ന് പറഞ്ഞാൽ ഒന്നാമത്തേത് നമുക്ക് 100% അറിയാമെന്നിരിക്കട്ടെ. അപ്പൊ നമുക്ക് ആ ഒന്നാമത്തെ അറിയാം. ഒന്നാമത്തേത് വരുന്ന എത്ര എണ്ണം ഉണ്ട്? ഫസ്റ്റ് ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. 1, 3, 4 എന്ന് പറയുന്ന ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. 1, 3, 4. അപ്പൊ തന്നെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം കളഞ്ഞിട്ട് അത് എഴുതാൻ പറ്റും. കാരണം 1 നമുക്കറിയാം ശരിയാണെന്ന്. അപ്പൊ 1 വരുന്ന എത്ര എണ്ണം നോക്കിയപ്പോൾ A മാത്രമേ ഉള്ളൂ. അത് നമുക്ക് മാർക്ക് ചെയ്യാം, ബാക്കിയുള്ളതൊക്കെ ഒഴിവാക്കാം. പിന്നെ ഈ 4 എണ്ണത്തിനകത്ത് മാക്സിമം അറിയാമെങ്കിൽ എളുപ്പം നമുക്ക് ആൻസർ ചെയ്യാം. അതിനുവേണ്ടി എങ്ങനെ പഠിക്കണം? ഇപ്പൊ നമ്മൾ ഈ റാങ്ക് ഫയലിനകത്ത് മറ്റുള്ളവർ സെലക്ട് ചെയ്യുന്ന ആ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് മാത്രം പഠിക്കുന്നതിന് പകരം ഈ വിഷയത്തെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റഡീസ് ആവശ്യമാണ്, ഇൻഡെപ്ത് സ്റ്റഡി. അതിന് നമ്മളിപ്പോൾ റാങ്ക് ഫയൽ മാത്രം പഠിച്ചാൽ പോരാ. റാങ്ക് ഫയലിനകത്തൊരു കാര്യം പഠിക്കുക, ശബ്ദതരംഗങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ ടെക്സ്റ്റ് ബുക്ക് വായിച്ചിട്ട് അതിന്റെ ഇൻ ആൻഡ് ഔട്ട്. അപ്പൊ അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതിൽ നിന്ന് ഇപ്പൊ റാങ്ക് ഫയൽ തയ്യാറാക്കുന്ന ടീം തയ്യാറാക്കുന്നത് പോലെ നമ്മൾ അതിൽ നിന്ന് മാക്സിമം ക്വസ്റ്റ്യനും ആൻസറും കണ്ടുപിടിച്ച് മെമ്മറി ഷീറ്റ്സിനകത്ത് എഴുതണം. ഇത് കളർ പേന കൊണ്ട് എഴുതുന്ന പച്ചമഷി, ചുവപ്പ്, നീല, കറുപ്പൊക്കെ ഉപയോഗിച്ച് മനോഹരമായിട്ട് മെമ്മറി ഷീറ്റ്സ് തയ്യാറാക്കണം. അപ്പൊ നമ്മൾ ടെക്സ്റ്റ് ബുക്ക് വായിക്കുമ്പോൾ വീണ്ടും വീണ്ടും നമുക്ക് റിവിഷൻ ചെയ്യാൻ ടെക്സ്റ്റ് ബുക്ക് വായിക്കാൻ കഴിയില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? മെമ്മറി ഷീറ്റ്സിനകത്ത് എഴുതുക. നമുക്ക് പ്രധാനപ്പെട്ടതെന്ന് തോന്നുന്നത് കുറിക്കും. അന്നേരം നമ്മൾ കോൺഷ്യസ് ആയിരിക്കും. നമ്മൾ എഴുതുന്ന പോയിന്റുകൾ നമ്മുടെ മെമ്മറി ഷീറ്റ്സിലോട്ടും പതിയും, നമ്മുടെ മനസ്സിലോട്ടും പതിയും. പിന്നെ കഴിവതും വായിച്ച് മനസ്സിലാക്കി ചോദ്യവും ഉത്തരവും നിശ്ചയിച്ച ശേഷം കാണാതെ വേണം മെമ്മറി ഷീറ്റ്സിനകത്ത് എഴുതാൻ. നമുക്ക് പഠിക്കേണ്ട സിലബസിനകത്തെ ഓരോ ഏരിയകൾ കംപ്ലീറ്റ് ഇൻഡെപ്ത് ആയിട്ടുള്ള സ്റ്റഡീസും കൂടെ വേണം.
അപ്പൊ ഈ റാങ്ക് ഫയൽ വേണ്ട എന്ന് ചോദിച്ചാൽ റാങ്ക് ഫയൽ പഠിക്കണം, വൺ വേർഡ് ക്വസ്റ്റ്യൻസ് എല്ലാം പഠിക്കണം. അതിനോടൊപ്പം തന്നെ ഇൻഡെപ്ത് ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് ടെക്സ്റ്റ് ബുക്ക് വായിച്ചാൽ മാത്രം പോരാ, നമ്മൾ തന്നെ അതിൽ നിന്നുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും കണ്ടുപിടിച്ച് മെമ്മറി ഷീറ്റ്സിനകത്ത് എഴുതി വെക്കുക. എന്നിട്ട് ഇത് പ്രോപ്പറായിട്ട് റിവിഷൻ ചെയ്യാം. പ്രോപ്പറായിട്ട് റിവിഷൻ ചെയ്യാന്ന് പറഞ്ഞാൽ എഴുതിയ ദിവസം തന്നെ ഇടയ്ക്കൊന്നുകൊണ്ട് റിവിഷൻ ചെയ്യാം. നിർബന്ധമായിട്ടും രാത്രി കിടക്കുന്നതിന് മുമ്പായിട്ട്, ഉറങ്ങാൻ പോകുന്നതിന് തൊട്ട് മുമ്പ്, ഇപ്പൊ 11 മണിക്കാണ് ഉറങ്ങുന്നതെങ്കിൽ 10:30 മുതൽ 11 വരെ ഇന്ന് നമ്മൾ തയ്യാറാക്കിയ ഈ മെമ്മറി ഷീറ്റ്സ്, നമ്മൾ തയ്യാറാക്കിയ ചോദ്യങ്ങളും ഉത്തരങ്ങളും, ഇതൊന്നുകൂടെ റിവിഷൻ ചെയ്തിട്ട് വേണം കിടന്നുറങ്ങാനായിട്ട്. അപ്പൊ ഏറ്റവും നല്ലത് ഈ റിവിഷന് ശേഷം പിന്നെ ഉറക്കമാണ്. പിന്നെ TV, സോഷ്യൽ മീഡിയ ഒന്നും നോക്കാൻ പാടില്ല. എന്താ കാരണം വെച്ചാല് രാവിലെ എണീക്കുമ്പോൾ അതായിരിക്കും നമ്മുടെ മെമ്മറിയിൽ ഏറ്റവും കൂടുതൽ ഉറക്കുന്നത്. അപ്പൊ അതിന് ഡിസ്ട്രാക്ഷൻ വരുന്നില്ല. ഉറക്കത്തിലാണ് ബ്രെയിൻ ലോങ് ടൈം മെമ്മറിയിലേക്ക് ഈ കാര്യങ്ങളെ സ്റ്റോർ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഉറങ്ങാൻ പോകുന്നത് തൊട്ട് മുമ്പ് എന്ത് പഠിക്കുന്നോ അതായിരിക്കും നമുക്ക് ഏറ്റവും വൃത്തിയായിട്ട് ഓർമ്മയിലേക്ക് പതിയുന്നത്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ആ ദിവസം പഠിച്ച കാര്യങ്ങളൊക്കെ മെമ്മറി ഷീറ്റ്സിൽ എഴുതി വെച്ചിട്ട് ഉറങ്ങാൻ പോകുന്നതിന് തൊട്ട് മുമ്പ് ഒന്ന് റിവിഷൻ ചെയ്യുക. അതിനൊരു 15-20 മിനിറ്റ്, അരമണിക്കൂർ മാക്സിമം മതി. ഒരു 6-7 മണിക്കൂർ പകൽ സമയം മുഴുവൻ പഠിച്ച കാര്യങ്ങൾ നമുക്ക് അരമണിക്കൂർ കൊണ്ട് റിവിഷൻ ചെയ്യാം. റിവിഷൻ ചെയ്തിട്ട് നമുക്ക് കിടന്നുറങ്ങാം. ഉറക്കത്തിൽ ഇത് മുഴുവനും, പിന്നെ ഇന്ന് പഠിച്ചത് മുഴുവനും റെക്കോർഡ് ചെയ്യും, ലോങ് ടൈം മെമ്മറിയിലേക്ക് മാറും. അപ്പോൾ ബ്രെയിനിന്റെ ലോങ് ടൈം മെമ്മറി, ഉപബോധ മനസ്സിന്റെ ലോങ് ടൈം മെമ്മറി സ്റ്റോറേജിലേക്ക് ഇത് അറേഞ്ച് ചെയ്യപ്പെടുന്നത് നല്ല ഉറക്കത്തിലാണ്. ഒരു 6 മണിക്കൂർ മിനിമം ഉറക്കവും വേണം, നല്ല ഉറക്കത്തിലാണ്. പക്ഷെ ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പ് റിവിഷൻ, അങ്ങനെ പോകണം. ഓക്കെ, അപ്പൊ ഈ രീതിയിൽ നമുക്ക് ഇൻഡെപ്ത് സ്റ്റഡീസ് കൊണ്ടും പിന്നെ ഇതുപോലെ നമ്മൾ ഓപ്ഷൻസിനകത്തുനിന്ന് എലിമിനേഷൻ കൊണ്ടും നമുക്കിതിനെ എളുപ്പമാക്കി മാറ്റാൻ പറ്റും. ഈ പാറ്റേൺ സത്യം പറഞ്ഞാൽ നല്ലതാണ്, എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. മിക്കവാറും ഒരെണ്ണം തെറ്റാണെന്ന് കണ്ട 2 എണ്ണം അങ്ങ് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഉള്ള 2 എണ്ണത്തിൽ സെലക്ട് ചെയ്താൽ മതി. ഇപ്പൊ ഇവിടെ 3 എണ്ണം എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. ഒരു എക്സാമ്പിളോട് നോക്കി, ഹിസ്റ്ററിയുടെ ഈ ക്വസ്റ്റൻ ഒന്ന് വായിച്ച്, അപ്പൊ അത് ക്ലിയർ ആവും. നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ വനിതാ പ്രസിഡന്റ് ആനി ബെസന്റ് ആയിരുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ മുസ്ലിം പ്രസിഡന്റ് ബദറുദ്ദീൻ തയ്യാർജി ആകുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ മലയാളി പ്രസിഡന്റ് ചേറ്റൂർ ശങ്കരൻ നായർ ആകുന്നു. 4. ഗാന്ധിജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയത് 1925-ലാണ്. 4 ഫാക്ട് വായിക്കുമ്പോൾ ഒരു കുട്ടിക്കും ഇത് മുഴുവൻ അറിയണമെന്നില്ല. ഇതിൽ 1-2 എണ്ണം അറിയാം. അത് വെച്ചിട്ട് നമുക്ക് എങ്ങനെ കറക്റ്റ് ആൻസർ മാർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇതിനകത്ത് അമൃതയ്ക്ക് അറിയാവുന്നത് ഏതൊക്കെയുണ്ട്? ഗാന്ധിജി ഇന്ത്യൻ നാഷണൽ പ്രസിഡന്റ് ആയത് 1924-ലാണ്. അത് ഇതിനകത്ത് കൊടുത്തത് എന്തുവാ? 25-ലാണ്. അപ്പൊ ഈ ഒരെണ്ണം വ്യക്തമായിട്ട് അറിയാം. അപ്പൊ ഇങ്ങനെ മിക്കവാറും എല്ലാവർക്കും ഒരെണ്ണം വ്യക്തമായിട്ട് അറിയാൻ പറ്റും. അപ്പൊ ഇനി ഓപ്ഷൻസ് നോക്കുക. അപ്പൊ നമുക്ക് 4-മത്തേത് തെറ്റാണെന്ന് അറിയാം. അപ്പൊ അവര് കൊടുത്തേക്കുന്നത് എന്തൊക്കെയാന്ന് നോക്കി. 1 2 3 2 3 4 1 3 4 1 2 4. അപ്പൊ 4 വന്നത് ഒന്നും എടുക്കേണ്ട ആവശ്യം. 4 എത്ര എണ്ണത്തിനകത്തുണ്ട്? 3-ലും ഉണ്ട്. 4 ഓപ്ഷൻ കൊടുത്ത് ABCDക്കകത്ത് BCDക്കകത്ത് ഈ തെറ്റായത് വന്നിട്ടുണ്ട്. ഗാന്ധിജിയുടെ 25-ലാണ്, 24-ലാണ് ശരിക്കും. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? BCD കളയാം, പിന്നെ 1-മത്തെ ആണെന്ന് ആൻസർ എഴുതാം. അപ്പൊ ഇവിടെ അമൃതയ്ക്ക് ഒറ്റ ഒരു ഫാക്ടേ അറിയാവൂ. അത് വെച്ചിട്ടാണ് 1-മത്തെ ഓപ്ഷൻ മാർക്ക് ചെയ്തത്. അപ്പൊ ഇങ്ങനെ എലിമിനേഷൻ മെത്തേഡിലൂടെ ഇപ്പൊ 3 എണ്ണം എലിമിനേറ്റ് ചെയ്തു. കാരണം എന്താ? 3 എണ്ണത്തിലും തെറ്റായ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ട്. 4-മത്തെ സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ട്. 4-മത്തെ വരാത്തത് ഒരെണ്ണേ ഉള്ളൂ, അതങ്ങ് എഴുതി. അതിന് 3 എണ്ണം അറിയണമെന്നില്ല. ഇതാണ് ഈ സ്റ്റേറ്റ്മെന്റ് മെത്തേഡ് കൊണ്ടുള്ള അഡ്വാൻറ്റേജ്. പക്ഷേ ഈ രീതി എലിമിനേഷൻ കൊണ്ട് എപ്പോഴും നമ്മൾ വിജയിക്കണമെന്നില്ല. ഇൻഡെപ്ത് സ്റ്റഡി, ഡീറ്റെയിൽഡ് സ്റ്റഡി, ടോപ്പിക്സ് ടെക്സ്റ്റ് ബുക്ക് ചെയ്യുന്ന ഓരോ സബ്ജക്റ്റിനെ കുറിച്ചും അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് ആ സബ്ജക്ട് ഏത് ക്വസ്റ്റ്യൻ വന്നാലും എഴുതാൻ പറ്റും. പിന്നെ വേറെ എന്ത് പ്രശ്നങ്ങളാണ് ഇതല്ലാതെ? ഇപ്പം ടോപ്പിക്സ് ഒത്തിരി കൂടുതൽ കാരണം ഇത്ര ഓർത്തിരിക്കാനൊക്കെ വളരെ പ്രയാസമാണ്. ഒത്തിരി സിലബസ് നമുക്ക് വാസ്റ്റ് ആണ്. അപ്പൊ അത്രയും ടോപ്പിക്സ് പഠിക്കാനും അത് അങ്ങോട്ട് ടൈം ഒത്തിരി എടുക്കുന്നുണ്ട് തീർക്കാൻ. അപ്പൊ ഈ മെമ്മറിയുടെ പ്രശ്നം മിക്കവാറും PSC പരീക്ഷ എഴുതുന്ന എല്ലാവരും പറയുന്നതാണ്. പഠിക്കുന്നുണ്ട്, പക്ഷെ എക്സാം വരുമ്പോൾ അത് മറന്നു പോകുന്നു. കാരണം ബൾക്ക് കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് ഒരു ദിവസം ഒത്തിരി പഠിച്ചു കഴിയും, അടുത്ത പഠിക്കുമ്പോൾ ഇത് പലതും മറന്നു പോകും. ഒരു എക്സാമിന് വരുമ്പോൾ പഠിച്ചതാണെന്ന് ഓർമ്മയുണ്ടെങ്കിലും കറക്റ്റ് ആൻസർ കിട്ടത്തില്ല. ഇവിടെ നമ്മുടെ മെമ്മറിയെ കുറിച്ച് മനസ്സിലാക്കണം. ബോധ മനസ്സും ഉപബോധ മനസ്സും. ഉപബോധ മനസ്സിന്റെ മെമ്മറി സ്റ്റോറേജിലോട്ടാണ് ലോങ് ടൈം മെമ്മറി, അവിടെയാണ് ഇത് പതിയേണ്ടത്. അപ്പോ നമ്മൾ പഠിക്കുന്ന അവസരത്തിൽ കറക്റ്റായിട്ട് ഇത് പതിയുന്നില്ല. പതിയണമെങ്കിൽ 2 തരത്തിലുള്ള മെമ്മറി ഉണ്ട്. ഒന്ന് കാണാപ്പാടം പഠിക്കുന്ന മെമ്മറി, റോട്ട് മെമ്മറി. അർത്ഥമൊന്നും മനസ്സിലാക്കാതെ വെറുതെ ഇങ്ങനെ ആവർത്തിച്ച് പഠിക്കുക. ആവർത്തനം കൊണ്ടാണത്. അപ്പൊ അങ്ങനെ കുറെ ആവർത്തനം ആകുമ്പോൾ പഠിച്ചു കഴിയും. ഇനി 2-മതായിട്ട് ലോജിക്കൽ മെമ്മറി, ഐഡിയ മനസ്സിലാക്കുന്നതിന്റെ ഫലമായിട്ട് മെമ്മറി ഉണ്ടാകും. അതെന്ന് പറഞ്ഞാൽ ഒറ്റ തവണ നമ്മൾ വായിച്ച അതിന്റെ ഐഡിയ വെച്ചാലും ഒരു മിനിമം 1-2 റിവിഷൻ കൊണ്ട് ലോങ് ടൈം മെമ്മറിയിലേക്ക് പതിയും. റോട്ട് മെമ്മറി പോലെ കാണാപ്പാടം പഠിക്കുന്ന പോലെ ഒരുപാട് മെമ്മറി ആവർത്തനം ആവശ്യമില്ല. അപ്പൊ അതാണ് PSC പരീക്ഷയ്ക്ക് പഠിക്കാൻ ഏറ്റവും നല്ലത്. ഇപ്പോ ഉദാഹരണം പറയുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ
ഒരു ശബ്ദത്തിന്റെ വായിച്ചല്ലോ. അതിലെ ശബ്ദതരംഗങ്ങൾ അനുദൈർഘ്യ തരംഗം, അനുപ്രസ്ഥ തരംഗം. ഇതിലേതാണെന്ന് നമ്മൾ പഠിക്കുകയാണ്. അപ്പൊ രണ്ട് തരത്തിലുള്ള തരംഗങ്ങളുണ്ട്, അനുപ്രസ്ഥവും അനുദൈർഘ്യവും, ലോഞ്ചിറ്റ്യൂഡൽ ആൻഡ് ട്രാൻസ്വേഴ്സ്. അപ്പോ ലോഞ്ചിറ്റ്യൂഡിലാണ്, അനുദൈർഘ്യമാണ്. അപ്പൊ ഞാൻ അത് ഓർത്തു വെക്കുന്ന ഒരു ടെക്നിക്ക് വെച്ചിട്ടാണ്. ശബ്ദ തരംഗത്തിനകത്തും ദാ ഉണ്ട്, ശബ്ദത്തിന്റെ ദ. അനുദൈർഘ്യത്തിനകത്തും ദാ ഉണ്ട്. അപ്പൊ ശബ്ദ തരംഗത്തിന്റെ ദായും അനുദൈർഘ്യത്തിനകത്തും ദാ എന്ന് പറയുന്ന അക്ഷരം, ദാ, ദീപം എന്നുള്ളതിന്റെ ദാ, അത് നമുക്കിനി ഒരിക്കലും മറക്കത്തില്ല. ശബ്ദ തരംഗങ്ങള് അനുദൈർഘ്യം ദാ ഉള്ളത്. ഇനി അനുപ്രസ്ഥം, പ്രാ ഉണ്ട്, പ്രകാശം. അപ്പൊ അനുപ്രസ്ഥം പ്രാ ഉള്ളത് കൊണ്ട് പ്രകാശ തരംഗങ്ങൾ, അനുദൈർഘ്യം ലോഞ്ചിറ്റ്യൂഡൽ വേവ്സ്, ശബ്ദതരംഗങ്ങൾ. അങ്ങനെ ഓർത്ത് വെക്കാം. അല്ലെങ്കിൽ ഇപ്പൊ ഇംഗ്ലീഷ് ഗ്രാമർ പഠിക്കുമ്പോൾ നമ്മൾ ഹാസ് എ ഹാവ്, സിംഗുലർ ആവുമ്പോൾ ഹാസ് ഉപയോഗിക്കാം. സിമ്പിൾ എക്സാമ്പിൾ ആണ്, എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റും. സിംഗുലർ ആവുമ്പോൾ ഹാസ് ഉപയോഗിക്കണം, പ്ലൂറല് ഐ ഒക്കെ വരുമ്പോൾ ഹാവ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ എങ്ങനെ ഓർത്ത് വെക്കുന്നത്? സിംഗുലറിനകത്ത് എസ് ഉണ്ട്, ഹാസിനകത്ത് എസ് ഉണ്ട്. അപ്പോൾ ഷീ ഹാസ് എ പെൻ. അപ്പൊ ഒരാളെ ഉള്ളതുകൊണ്ട് സിംഗുലർ ആയതുകൊണ്ട് എസ് ഉപയോഗിക്കുന്നു. അപ്പൊ സിംഗുലറിന്റെ എസ്, ഹാസിന്റെ എസും അവിടെ ഒരു ഐഡിയ മനസ്സിൽ വെക്കുന്നുണ്ട്. ഇതുപോലെ കണക്ഷൻസ്. ഈ കണക്ഷനിൽ നിന്നാണ് ലോജിക്കൽ മെമ്മറി ഉണ്ടാവുന്നതും ഒറ്റ തവണത്തെ പഠിത്തം കൊണ്ട് തന്നെ ലോങ് ആയിട്ട് അത് ഓർത്തു വെക്കുന്നതും. ലോകരാജ്യങ്ങളുടെ ക്യാപിറ്റൽ മൊത്തം നമുക്ക് പഠിച്ചു വെക്കാം ഈ ടെക്നിക്ക് വെച്ച്. അപ്പൊ ഞാനത് പഠിച്ചത് എങ്ങനെയാന്ന് വെച്ചാൽ ജമൈക്ക, കിങ്സ്റ്റൺ, ഇത് രണ്ടുകൂടി ഞാൻ അനേകം പ്രാവശ്യം പറഞ്ഞാൽ നമ്മൾ അടുത്ത പഠിക്കുമ്പോൾ ഇത് മറന്നു പോകും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ജമൈക്കകത്തുനിന്ന് എന്തെങ്കിലും മലയാളത്തിലുള്ള ഒരു സാധനം, മനസ്സിൽ കാണാൻ കഴിയുന്ന ഒരു സാധനം എടുക്കണം. ജാം, വേറെ ജിമുക്ക, ജമൈക്ക, ചാമ്പയ്ക്ക, ഇങ്ങനെ പലതും എടുക്കാം. പക്ഷെ ജാം, കിങ്സ്റ്റണിനകത്തുനിന്ന് കിങ്. അവർ രണ്ടെണ്ണത്തിന് രണ്ട് സാധനങ്ങൾ മനസ്സിൽ കണ്ടു, രണ്ട് ഒബ്ജക്ട്സ് അല്ലെങ്കിൽ രണ്ട് എന്തെങ്കിലും ഒരു മനസ്സിൽ ഇമാജിൻ ചെയ്യാവുന്ന ഐറ്റംസ്, അവ തമ്മിൽ കണക്ട് ചെയ്യാം. എപ്പോഴും ജാം കഴിക്കുന്ന കിങ്, ഇതാണ് മനസ്സിൽ ഞാൻ പിക്ചർ വെച്ചേക്കുന്നത്. അപ്പൊ ജാം ഓർക്കുമ്പോൾ കിങ്ങിനെ ഓർമ്മ വരും. അപ്പൊ ജമൈക്ക ചോദിക്കുമ്പോൾ ജാം ഓർക്കും, കിങ്ങിനെ ഓർമ്മ വരും. ജാം കഴിക്കുന്ന കിങ് എന്നാണ് കണക്ട് ചെയ്ത് വെച്ചേക്കുന്നത്. ഈ കണക്ഷനിൽ നിന്ന് കിങ് എന്നുള്ള ക്ലൂ കിട്ടും, കിങ്സ്റ്റൺ നമുക്ക് പറയുകയും ചെയ്യാം. ജോർദാൻ തലസ്ഥാനം അമ്മാൻ. ചോറുതാ എന്ന് പറയുന്ന ആരെടുത്താണ്? അമ്മ. ഞാൻ രണ്ട് എക്സാമ്പിൾ പറഞ്ഞത്. ഇതുപോലെ 200 രാജ്യങ്ങൾക്ക് ഐഡിയ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ചോറുതാ അമ്മ. ചോറുതാൻ സാറിന് അമ്മ എടുത്തല്ലേ ചോദിക്കുന്നത്. അപ്പൊ ചോറുതാ അമ്മ, ജോർദാൻ. ഓ, ചോറുതാ അമ്മ, അമ്മാൻ. അപ്പൊ കിട്ടിക്കഴിഞ്ഞു. ഐഡിയ വെച്ചുള്ള ലോജിക്കൽ മെമ്മറി അപ്ലൈ ചെയ്യണം. അതുപോലെ ന്യൂമോണിക്സും അത് തന്നെയാണ്. വലിയ കാര്യങ്ങളെ സിമ്പിൾ ആക്കി പഠിക്കും. ഇപ്പൊ യുണൈറ്റഡ് നേഷൻ അംഗീകരിച്ച 6 ഭാഷകൾ, 6 ലാംഗ്വേജസ്, ഞാനതൊരു സ്മാൾ ന്യൂമോണിക്സ് വെച്ചാ പഠിച്ചു വെച്ചേക്കുന്നത്. ഫ്രഞ്ച്, റഷ്യൻ, അറബിക്ക്, ചൈനീസ്, ഇംഗ്ലീഷ്, സ്പാനിഷ്. അപ്പൊ ഞാൻ ഓർത്ത് വെച്ചേക്കുന്നത് എല്ലാത്തിലും ആദ്യ അക്ഷരം എടുത്ത് കണക്ട് ചെയ്തു. FRICES, ഫ്രൈസസ്. അപ്പൊ എനിക്ക് FRICES ഫ്രഞ്ച് എന്നോർത്ത് നോക്കി. FRICES ഫ്രഞ്ച്, റഷ്യൻ, അറബിക്ക്, ചൈനീസ്, ഇംഗ്ലീഷ്, സ്പാനിഷ്. വാർണ്ണം പഠിച്ചു കഴിഞ്ഞു. ന്യൂമോണിക്സ് നിങ്ങൾക്ക് അറിയാം. അപ്പൊ ഇതുപോലെ വലിയ കാര്യങ്ങളെ ക്യാപ്സ്യൂളാക്കിയും ലോജിക്കലായിട്ടും പഠിച്ചു വെക്കണം. അപ്പൊ ഇതേ രീതിയിൽ നമുക്ക് ലോകരാജ്യങ്ങളുടെ മുഴുവൻ ക്യാപിറ്റൽ പഠിക്കുന്നത് എങ്ങനെയാണെന്ന്, ലോജിക്സ് എങ്ങനെ തയ്യാറാക്കിയെന്നുള്ള വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്, PSC പരീക്ഷയിൽ തിളങ്ങാൻ. അതുപോലെ ചരിത്ര വർഷങ്ങൾ, ഇയർ എത്ര വേണമെങ്കിലും ലോജിക്കലായിട്ട് പഠിച്ചു വെച്ചാൽ നമ്മൾ മറന്നു പോകത്തില്ല. കുളച്ചൽ വാർ 1741, ഇങ്ങനെയുള്ള എത്ര ഇയർ, അതിനെക്കുറിച്ച് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിന്റെ ലിങ്ക്സ് ഞാൻ കമന്റ് ബോക്സിൽ കൊടുത്തേക്കാം, ആദ്യ കമന്റ് ആയിട്ട് കൊടുത്തേക്കാം. ഇനി ഒരുപാട് കാര്യങ്ങൾ PSC പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാം കൊടുക്കുന്നത് ഒരു വീഡിയോ പറ്റത്തില്ല. ഇന്ന് എനിക്ക് പനിയായതുകൊണ്ട് ഒച്ച അടച്ചിരിക്കുകയാണ്. സോറി, എല്ലാവരും ആ സൗണ്ട് മാറിയിട്ടുണ്ട്, ക്ഷമിക്കണം. അപ്പൊ നമുക്ക് വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.